ഇടുക്കിയിൽ കയ്യേറ്റങ്ങൾക്കെതിരെ റവന്യൂ വകുപ്പ് നടപടി കടുപ്പിച്ചത് ചിന്നക്കനാലിൽ തോട്ടം തൊഴിലാളികളുടെ സമരത്തെ തുടർന്നാണ്. 2019 ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ തോട്ടം തൊഴിലാളികൾ കുടിൽ കെട്ടി സമരം നടത്തിയത്. 3 മാസം നീണ്ടുനിന്ന സമരത്തിനൊടുവിൽ സർക്കാർ ഭൂമി ഏറ്റെടുത്തു. എന്നാൽ ഇന്നും തൊഴിലാളികൾക്ക് ഭൂമി കിട്ടിയിട്ടില്ല. ചിന്നക്കനാൽ സൂര്യനെല്ലിയിലെ 3 ഏക്കർ 70 സെന്റ് സർക്കാർ ഭൂമി വ്യാജ പട്ടയമുണ്ടാക്കി വൻകിട കമ്പനിക്ക് മറച്ചുവിറ്റതറിഞ്ഞ തോട്ടം തൊഴിലാളികൾ പ്രതിഷേധവുമായി അന്ന് രംഗത്തെത്തി. നടപടിയെടുക്കാൻ റവന്യൂ വകുപ്പ് തയ്യാറായില്ല. തുടർന്ന് വീടും സ്ഥലവുമില്ലാത്ത 100 കണക്കിന് വരുന്ന തോട്ടം തൊഴിലാളികൾ ഈ ഭൂമിയിലെത്തി സമരം ആരംഭിച്ചു. സമരത്തിന് പിന്തുണയുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എത്തി. മുൻനിരയിൽ CPI തന്നെ അണിനിരന്നു. അധികൃതർ മുഖം തിരിക്കുന്ന നിലപാട് സ്വീകരിച്ചതോടെ കുടിൽകെട്ടിയ ഇടങ്ങളിൽ തറകെട്ടി വീട് നിർമ്മിക്കുമെന്ന് സമരക്കാർ പ്രഖ്യാപനം നടത്തി. അങ്ങനെ 3 മാസം നീണ്ടുനിന്ന ശക്തമായ തൊഴിലാളി പ്രക്ഷോഭത്തിനൊടുവിൽ റവന്യൂ വകുപ്പ് ഭൂമി ഏറ്റെടുത്ത സർക്കാർ വക സ്ഥലമെന്ന ബോർഡ് സ്ഥാപിച്ചു. ഏറ്റെടുത്ത ഭൂമി ഉടൻ തന്നെ ഭവനരഹിതരായ തോട്ടം തൊഴിലാളികൾക്ക് വിതരണം നടത്തുമെന്ന റവന്യൂ വകുപ്പിന്റെ ഉറപ്പിനെ തുടർന്നായിരുന്നു അന്ന് തൊഴിലാളികൾ സമരം അവസാനിപ്പിച്ചത്. എന്നാൽ വർഷങ്ങൾ പിന്നിടുമ്പോഴും ആ വാക്ക് പാലിക്കപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ജനിച്ച തൊട്ട് ഇവിടെ തന്നെ ജനിച്ച തൊട്ട് ഇവിടെ നിന്നിട്ട് റിട്ടയർഡായി, ജസ്റ്റഡിൽ ജോലി ചെയ്തിട്ട് റിട്ടയർഡായി. വീട് വയ്ക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ ഞങ്ങൾ സർക്കാർ പറഞ്ഞ് നിങ്ങൾ വെളിയാക്കിയോ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും ഞങ്ങൾ തന്നിട്ടില്ല. എനിക്ക് വീടില്ല. ഇപ്പോൾ കിടക്കാൻ വീട് വേണം. 3 സെന്റ് ആണെങ്കിൽ ഇട വേണം. ജോലിയിൽ നിന്ന് വിരമിച്ചിട്ടും ഗ്രാറ്റുവിറ്റി അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഇവർ വാങ്ങിയിട്ടില്ല. അത് വാങ്ങണമെങ്കിൽ വീട് പൂട്ടി താക്കോൽ കമ്പനിയെ ഏൽപ്പിക്കണം. പോകാൻ മറ്റൊരിടമില്ലാത്തതിനാൽ ആനുകൂല്യങ്ങൾ വാങ്ങാതെ ഇപ്പോഴും ലയങ്ങളിൽ തുടരുന്നവരും നിരവധിയാണ്. സ്വന്തമായി വീടും സ്ഥലവുമില്ലാത്ത ഒരാൾ പോലും കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് സർക്കാർ ആവർത്തിച്ചു പറയുകയാണ്. പക്ഷേ വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും മാത്രമാണ് ഉണ്ടാകുന്നത്. അതിൽ ഒരെണ്ണം മാത്രമാണ് ചിന്നക്കനാലിലെ തോട്ടം തൊഴിലാളികളുടെ ഭൂസമരം. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.